അപ്പോൾ ഗായ്സ് നമ്മുടെ ലൂസിഫർ റിലീസാണ്. അപ്പോൾ ഞാനും പെരേരയും ആറാട്ടണ്ണനും പിന്നെ നമ്മുടെ രണ്ട് അനിയന്മാരും ചേട്ടനും സനയൊക്കെ ആയിട്ട് നമ്മളിന്ന് ലൂസിഫർ അടിച്ച് പൊളിക്കാൻ പോവാണ് നമ്മുടെ ലുലുവിൽ. അപ്പോൾ ആദ്യം നമ്മൾ അമ്മേനെ കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസിലാക്കിയിട്ടാണ് നമ്മൾ പോണത്. അമ്മ അവിടെ അമ്മാവനായിട്ട് സംസാരിച്ചിരിക്കണ്ട കേട്ടോ. ഒരു കേട്ടോ ചേരാ. പറയ്. പൃഥ്വിരാജ് സുകുമാരൻ ബോൺ ആക്ടറാണോ, മെത്തേഡ് ആക്ടറാണോ, സീരിയസ് ആക്ടറാണോ, കൊമേഡിയൻ ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായി പറയും? ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ലൂസിഫറിന്റെ ഒക്കെ എമ്പുരാൻ വരുന്നുണ്ട്, ടീസർ ഇറങ്ങി, ട്രെയിലർ ഇറങ്ങി, കണ്ടായിരുന്നു? വണ്ടി ഇറങ്ങണമെങ്കിൽ വീഡിയോ എടുത്താലും ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ആക്ഷൻ ആക്ഷൻ. മിടുക്കൻ തിരിഞ്ഞു നോക്ക്. ഓക്കെ, എങ്ങനെയാണ് ലൂസിഫർ കാണാൻ എക്സ്പെക്ടേഷൻ എങ്ങനെയുണ്ട്? കണ്ടിട്ടുണ്ടല്ലേ? സെറ്റിൽ പോയാലേ സെറ്റില് പോയിട്ടുണ്ട് പണ്ട്. അത് ഭാഗ്യമാണ്. കാരണം എംപുരാന്റെ ലൊക്കേഷനിൽ അടുപ്പിച്ചില്ല, വിളിച്ചില്ല. പക്ഷേ ലൂസിഫറിന്റെ സെറ്റില് കൂളായിട്ട് 5-6 ദിവസം പോയി നമുക്ക് രാജുവേട്ടനെ കാണാൻ പറ്റി. സംസാരിക്കാൻ പറ്റിയില്ല സാനിയപ്പനെയൊക്കെ നേരിട്ട്. അങ്ങനെ സാനിയപ്പൻ പണ്ട് പഠിച്ചപ്പോൾ കണ്ടാണല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ല. പക്ഷേ എന്തായാലും അന്നന്ത് 30 ആള് ബൈച്ചേട്ടനെയൊക്കെ കൈ കൊടുത്ത് സംസാരിച്ചു. ഒരുപാട് കാണന്മാരെ കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ലൂസിഫർ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ പോകണം. ഫസ്റ്റ് പാർട്ട് എന്തായാലും ഇപ്പോൾ കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ലുലു മാളിലേക്ക് നടന്നു പോവാണ്. ഫ്രണ്ടില പുള്ളിക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയായതുകൊണ്ട് പുള്ളി സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് ഗൈസ്. ബീജിയമൊന്നും ഇല്ലടേ. അപ്പോൾ നമ്മുടെ ആറാട്ടണ്ണൻ്റെയൊക്കെ മെയിൻ സ്ഥലമാണിത്, ടാക്കോ ബെല്ല്. അപ്പോൾ നമ്മളവിടെ ആറാട്ടണ്ണന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആറാട്ടണ്ണന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ ടാക്കോ ബെല്ലിൽ നിന്ന് മാറി ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആറാട്ടണ്ണൻ വന്നിരിക്കുന്നു. ചേട്ടൻ എക്സ്പെക്ടേഷൻ എങ്ങനെയുണ്ട് പടം? അല്ല, ഇപ്പൊ വീണ്ടും കാണുമ്പോൾ ഒരു ഇതെന്താ? വീണ്ടും കാണാൻ പറഞ്ഞാൽ വലിയ റിപ്പീറ്റ് വാല്യൂ ഫിലിമൊന്നല്ല. കണ്ടിരിക്കാം, കണ്ടിട്ട് പറയാം. രാമദാസ് അത് പുള്ളിയുടെ സ്റ്റൈലാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ സിനിമ തുടങ്ങാൻ ഇനി 10 മിനിറ്റ് ഉണ്ട്. നമ്മൾ സനയ്ക്കും ചേട്ടനും വേണ്ടി വെയിറ്റിംഗ് ആണ്. ആറാട്ടണ്ണനും അലിൻ ജോസും അവിടെ പുറത്ത് ഒരു മീഡിയക്കാരായിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഉള്ളിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അങ്ങനെ നമ്മുടെ സിനിമയൊക്കെ കഴിഞ്ഞു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ അന്ന് കണ്ടതാണ് ഗൗത തിയേറ്ററിൽ ലാലേട്ടനുണ്ടായിരുന്നു. അതിനേക്കാൾ ഭയങ്കര എഫക്റ്റാണ്. ലാലേട്ടൻ്റെ ആ ഗ്രേസ് ഭയങ്കരമാണ്. ആ നോട്ടവും ഡയലോഗിനെക്കാട്ടും നോട്ടമൊക്കെയാണ്. പിന്നെ എടുത്തു വരാണ് പൃഥ്വിരാജ് മേക്കിംഗ്, തകർപ്പ് മേക്കിംഗ്. ആ ഫ്രെയിംസ് നന്നായി ചെയ്തിട്ടുണ്ട്. സുനിൽ വർച്ചയുടെ ക്യാമറ ഉണ്ടാണ്. പിന്നെ മഞ്ജുവാരി തകർത്തുണ്ട്. അത് നേരെ നന്നായി ചെയ്തിട്ടുണ്ട്. ടോവിനോ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞതിനെക്കാട്ടും ഡബിൾ എഫക്റ്റ് പോകും. എന്തൊക്കെയോ മോട്ടിവേഷൻ വന്നിട്ടുണ്ട്. വീട്ടിലും പടം ഇനിയിപ്പോൾ എമ്പുരാന് വേണ്ടി കാത്തിരിക്കുകയാണ്. എമ്പുരാൻ ഇതിൻ്റെ അതുക്ക് മേലെയായിരിക്കും. എമ്പുരാൻ ഇതൊരു പാൻ കേരള ആണെങ്കിൽ മറ്റേ പാൻ വേൾഡ് ആയിരിക്കും. നമുക്ക് അലിനോട് വെച്ചേക്കാം, എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീര സിനിമ. മഞ്ജുവാരി, ലാലേട്ടന്, പൃഥ്വിരാജ് സുകുമാർ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചു. രാജുവേട്ടൻ്റെ ഡയറക്ഷൻ ഗംഭീരം. ഒരു 4K എക്സ്പീരിയൻസിൽ റീ റിലീസ് ചെയ്തപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു 6 വർഷത്തിന് ശേഷം വീണ്ടും കാണുന്നുണ്ട്. 2019 കണ്ടത് വീണ്ടും കാണാൻ അവസരം ഉണ്ടാക്കുന്നത് രാജുവേട്ടനും
ആൻഡി പെരുമാറ്റത്തിന് നന്ദിയുണ്ട്. നല്ലൊരു കംബാക്ക് ആയിരിക്കും സിനിമ. കാരണം സാനിയപ്പൻ ഗംഭീരമാണ്, പിന്നെ ബോബി അഡമിനേസ് ഗംഭീരമാണ്, ടൊമീനോ, ബൈജു സന്തോഷ്, പിന്നെ ദൃശ്യത്തിൽ അളിയൻ അനീഷ്, പിന്നെ ഒരുപാട് ആൾക്കാർ, മറ്റേ സായികുമാർ ഗംഭീരമാണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് സിനിമ, മാസ് എന്റർടൈൻമെന്റ്. എമ്പുരാനോട് കാത്തിരിക്കണ്ടോ? എമ്പുരാനോട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി. എന്താണെന്ന് അറിയാൻ പാടില്ല, രണ്ടാമത് കണ്ടപ്പോഴും അതേ അന്ന് കണ്ട ആ ഒരു ഫീൽ തന്നെയായിരുന്നു ഈ തവണയും. ഭയങ്കരമായിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ മൂവി ആയാലും ലാലേട്ടൻ്റെ എൻട്രി ആയാലും ലാലേട്ടൻ്റെ എല്ലാ സംഭവവും നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ ആഘോഷിച്ചു. സംഭവം ആറാട്ടണ്ണൻ്റെ കൂടെ ഇരുന്നാണ് പടം കണ്ടത്. ആളും ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്താണ് കണ്ടത്. എന്തായാലും നല്ലൊരു എന്താ പറയുക, ആ എമ്പുരാന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. അതെ, ലാലേട്ടൻ്റെ ആ ഒരു മെയിൻ സംഭവം ഇതിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാളുടെ ഡയറക്ഷൻ ഭയങ്കര അടിപൊളിയാണ്. അതായത് അന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നാ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ രണ്ടാമത് കാണാൻ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യുമല്ലോ. അപ്പോഴാണ് ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും മോഹൻലാലിൻ്റെ എല്ലാവരുടെ റിയാക്ഷൻസ് എടുത്തേക്കുന്നത് ഉൾപ്പെടെ ഭയങ്കര അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഈ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇതിൽ കണ്ടത്. ഇനിയിപ്പോൾ എമ്പുരാന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. 27-ാം തീയതി എന്തായാലും നമ്മൾ തകർത്ത് പൊളിക്കുന്ന. അങ്ങനെ നമ്മൾ സിനിമയെ കണ്ടിറങ്ങിയിരിക്കുകയാണ് ഗായ്സ്.